ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ത്രീ ഫേസ് ഡി ബി ഒന്ന് പരിചയപ്പെടാം. ത്രീ ഫേസ് ഡി ബിയുടെ ഓരോ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം. അതിൽ നിന്ന് സെപ്പറേറ്റ് സർക്യൂട്ട് പോകുന്ന ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ത്രീ ഫേസ് ഡി ബി നമ്മൾ തേക്കുന്നതിന് മുന്ന് തന്നെ ഓൾറെഡി തന്നെ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ തേച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമ്മൾ ആദ്യമേ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഫ്രണ്ടിലെ ഡോറും കാര്യങ്ങളൊക്കെ വരാനുള്ളത്. ഇവിടെയാണ് നമ്മുടെ LCB ഐസൊലേറ്റർ മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ നേരെ സെലക്ടർ സ്വിച്ച് വരുന്നത്. 3 ഫേസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രീ ഫേസിന് വേണ്ടിയിട്ടുള്ള മെയിൻ പാർട്സാണ് സെലക്ടർ. അതിൽ നിന്ന് ഓരോ സെപ്പറേറ്റ് ഫേസുകളും ഓരോ സെക്ഷനിലേക്കാണ് വരുന്നത്. പിന്നെ ഇത് 6 വേ DB ആണ്. 6 വേ DB എന്ന് വെച്ചാൽ ഓരോ ഫേസിലും 6 MCB വീതം നമുക്ക് വയ്ക്കാം. ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എർത്ത് ലിങ്ക് ആണ് വരുന്നത്. എർത്ത് ലിങ്കിന് വേണ്ടിയിട്ടുള്ള റീഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന് മുന്നേ തൊട്ടുപ്പുറത്ത് കാണുന്ന ബ്ലാക്ക് കാണുന്നത് ന്യൂട്രൽ ലിങ്കാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന എല്ലാ പൈപ്പുകളും, അതായത് റൂമിൽ നിന്ന് സർക്യൂട്ടുകൾ, ബാത്റൂം, നമ്മുടെ കിച്ചണിൽ നിന്നുള്ള സർക്യൂട്ടുകൾ, ഹാളിൽ നിന്നുള്ള സർക്യൂട്ടുകളെല്ലാം വരുന്ന സെപ്പറേറ്റ് പൈപ്പുകൾ 1 ഇഞ്ചാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ മീറ്റർ ബോക്സിലേക്ക് വരുന്ന പൈപ്പുകൾ നമ്മൾ 2 1 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് എന്ന് ഉദ്ദേശിച്ച 25 mm പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ കൺസീൽ ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൺസീൽ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളെല്ലാം തന്നെ 4 ബോക്സ് വെച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനുകൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് മെയിനായിട്ട് നമ്മൾ ഹാളിൽ കൊടുത്തിരിക്കുന്ന 18 മുടികളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ്. അത് തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ സ്വിച്ച് ബോർഡ് ആയതുകൊണ്ട്, ഹാളിൽ ഡൈനിങ്ങിൽ വരുന്ന മെയിൻ സ്വിച്ച് ബോർഡ് ആയതുകൊണ്ട് 18 മുടികളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വന്നിരിക്കുന്ന സർക്യൂട്ട് നമ്മൾ DBയിൽ നിന്നും 1 ഇഞ്ച് സർക്യൂട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റൂമിലേക്കും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കൊടുക്കുന്ന സർക്യൂട്ടുകളെല്ലാം തന്നെ 1 ഇഞ്ച് സർക്യൂട്ടുകളാണ്. മെയിനായിട്ട് 1 ഇഞ്ച് പൈപ്പാണ് നമ്മൾ അടിക്കുന്നത്. അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പുകളെല്ലാം തന്നെ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നതിന്, കൂടാതെ തന്നെ വയറ് ചുവടാതിരിക്കുന്നതിനും, അതുപോലെ തന്നെ വയറുകൾ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്തിരിക്കാതെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നീട് എന്തെങ്കിലും ഒരു AC വയറോ സെപ്പറേറ്റ് നമുക്ക് വലിച്ചു കൊണ്ടുപോകാനും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം തന്നെ 1 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 4 PVC ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയയിൽ വരുന്നതാണെങ്കിലും എല്ലാ ഏരിയകളിലും വരുന്നതിനാലും നമ്മൾ PVC ബോക്സ് ജംഗ്ഷനുകളാണ് ഉപയോഗിക്കുന്നത്. PVCയുടെ ജംഗ്ഷൻ ഉപയോഗിച്ച് 4 ജംഗ്ഷനുകൾ ഉപയോഗിച്ച് അതിൽ നിന്ന് സെപ്പറേറ്റ് ലിങ്ക് ചെയ്തിട്ടാണ് ഓരോ റൂം, അതുപോലെ തന്നെ കിച്ചൺ, അതുപോലുള്ള പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മുകളിൽ നിന്ന് വരുന്ന സീലിങ്ങുകളെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന 4 ലിങ്ക് ചെയ്ത് പിടിക്കുന്നത്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിനുശേഷം ഫിനിഷിംഗ് ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവിടെ ട്യൂബോ അല്ലെങ്കിൽ ഫാൻസ് ലൈറ്റോ, ട്യൂബ് ലൈറ്റുകളും ഫാൻസ് ലൈറ്റും അല്ലെങ്കിൽ ഹോൾഡറോ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് 4 PVC ബോക്സ് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ മാന്യമായിട്ട് രീതിയിലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയർ ടൈറ്റ് ആയിരിക്കുന്നതിനും, അതുപോലെ തന്നെ ഇൻഡക്ഷൻ മുഖേനയുള്ള കറണ്ട് നമുക്ക് ഒഴിവാക്കുന്നതിനും വളരെ ഉപകാരമായിരിക്കും. ഇൻഡക്ഷൻ മുഖേനയുള്ള കറണ്ട് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും ലൈറ്റ് പ്രകാശിക്കുന്ന ഒരു സിസ്റ്റം LED ആയതുകൊണ്ട്, അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പൈപ്പ് നല്ല രീതിയിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.